ഗൈസ്, അങ്ങനെ നമ്മുടെ അവസാനത്തെ ഭാഗവും നമ്മൾ ചണ്ടി വലിച്ച് അവസാനിക്കാനായിട്ടുണ്ട്. നമ്മുടെ ഈ കണ്ടാടി വലയിൽ ഒരുപാട് ബ്രാലിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. കുറേയൊക്കെ ചാവാനായിക്കണം, കാരണം നമ്മൾ കുറേ നേരം ഈ വലയൊക്കെ ഇട്ടിട്ട് കുറേയൊക്കെ മരിച്ചിട്ടുണ്ട്, ഒന്നിട്ടൊക്കെ ചത്തിട്ടുണ്ട്. അങ്ങനെ അപ്പം നമ്മളൊക്കെ ഞാൻ ചണ്ടി വലിച്ചിട്ട് അവിടെ ഒരുപാട് ബ്രാലിനായിട്ടുണ്ട്. അതിനൊക്കെ കിട്ടുമോ നോക്കി നോക്കണം. അപ്പോൾ ഈ മീൻ പിടിക്കുന്നതിൻ്റെ മുന്നത്തെ വീഡിയോസ് നമ്മൾ 2-3 ഭാഗങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കി നോക്കുക. അപ്പം നമുക്ക് നമ്മുടെ ഈ ചണ്ടി വലിക്കുക നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് എന്താ ഈ അടിയിൽ കിടക്കുന്ന പട്ടയും ചമ്മലൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നോക്കണം, എന്നാലേ ബ്രാലിനെ കിട്ടുള്ളൂ. നമുക്ക് ഈ ഭാഗത്ത് മാത്രം കുറച്ച് താഴ്ച കൂടുതലുണ്ട്. അരയ്ക്ക് മേലെ ചെസ്റ്റിന് മേലേക്ക് ആയിട്ട് വെള്ളമുണ്ട്. ചില സ്ഥലത്ത് ചെറിയ ചെറിയ കുഴികളും അതൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ മീനൊക്കെ അവസാനം വന്ന് കൂടിയത് ഇവിടെയാണ്. ബ്രാലാണ് ഏറ്റവും കൂടുതൽ വന്ന് കൂടിയിട്ടുള്ളത് അവിടെ. വാള ഇതൊക്കെ നമുക്ക് അപ്പുറത്ത് തന്നെ വെള്ളം കുറവിരുന്ന് നമുക്ക് കിട്ടി. ഏറ്റവും കൂടുതൽ ബ്രാല്, കടു അങ്ങനെയുള്ള സാധനങ്ങൾ മീനുകളൊക്കെ നിൽക്കുന്നത് ഇത് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ കണ്ടാടി വലയിൽ നിന്ന് മീനെടുക്കുന്ന സമയത്ത് ഇത് വിനോദേട്ടൻ ചണ്ടി വലിച്ചിരിക്കുന്ന സമയത്ത് നല്ല കിഡിലിന് ഒരു വാളനെ കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ഈ ചണ്ടിയൊക്കെ ഇങ്ങനെ കയറ്റുന്ന സമയത്ത് വെള്ളം കലങ്ങിക്കാണ്ടതാണ് പിന്നെ മയച്ചാക്കുന്ന സമയത്ത് ആൾക്കാർ കയ്യിൽ കിട്ടി. നല്ല വലിയൊരു വാള തന്നെയായിരുന്നു. അതിന് നമ്മൾ നമ്മുടെ ചാക്കിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുവിധം കണ്ടാടി വലയിൽ നിന്ന് മീനുകളൊക്കെ എടുത്തു. ഇനി നമ്മൾ വലയിട്ട് തപ്പാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മള് കണ്ടാടി വല തപ്പുമ്പോ നല്ലൊരു വാള നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് കണ്ടാടി വല കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അവന് നമുക്ക് കിട്ടിയ അവസാനം അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രാല് വന്ന് എൻ്റെ ചകട്ടത്ത് അടിച്ചിട്ട് പോയി. ചാടിയതാണ്. അതിൻ്റെ നേരെ എൻ്റെ മുഖത്താണ് കൊണ്ടത്. അതെ, മാമൻ ചണ്ടി കളിക്കുന്ന സമയത്ത് അവിടുന്ന് ചാടിയതാണ്. ഈ കണ്ടാടി വലയുടെ അടിയിൽ ഒരുപാട് ബ്രാലിങ്ങനെ കുത്തി കേൾക്കുന്നുണ്ട്. കുറേയൊക്കെ ഇത് ചാവാനായിക്കണു, കാരണം ഇതിനെ ഏറെടുക്കാൻ പറ്റാത്ത കാരണം ഉണ്ടാവുന്നു. കുറേയൊക്കെ മയച്ചിട്ടുണ്ട്. നമ്മൾ പരമാവധി എടുക്കാൻ പറ്റി നോക്കുകയാണ്. കണ്ടില്ലേ, ഈ കിടക്കണ ഇതൊക്കെ മീൻ തന്നെയാണ്. പാരല്, ബ്രാല്, വാള എല്ലാം ഉണ്ടായില്ലേ. നമുക്കെന്തായാലും അവിടെ കുറച്ച് അധികം ബ്രാല് കണ്ടിട്ടുണ്ട്, നല്ല വലിയ ബ്രാലുകൾ. അപ്പം നമുക്ക് അതിനെ കിട്ടുമോ നോക്കി നോക്കാം. അധികം സമയം കളയാനില്ല, നമുക്ക് വേഗം കിട്ടുമോ നോക്കി നോക്കാം. നമുക്ക് ആ ബീച്ച് തപ്പണ വല്ല ഒന്ന് ക്ലിയർ ആക്കണം. അത് ചമ്മല കുടുങ്ങിയെടുക്കണം. പിന്നെ എല്ലായിടത്തെയും പോലെ ഈ തോട്ടിലും ഒരുപാട് കുപ്പികളുണ്ട്. ഒരുപാട് ബീറും കുപ്പികൾ പൊട്ടിയതും പൊട്ടാത്തൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അധികം കുപ്രാണം കാണിച്ച് നമുക്ക് മീനെ പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യോ കാലോ ഒക്കെ പൊളിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതേ കണ്ടല്ലോ, വഴിക്ക് ബ്രാല് വന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ടട് വരയിൽ. ബ്രാല് മാത്രമല്ല, പാരല്, വാള എല്ലാതും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൽ നിൽക്കുന്നത് ബ്രാലാണ്. കാരണം ആ അറ്റത്തും തൊട്ടിട്ട് ഇളക്കി വരുന്ന സമയത്ത് ഒരുപാട് ബ്രാലാണ് ഇവിടെ വന്ന് നിന്നിരുന്നത്.
നമുക്ക് പരമാവധി എല്ലാവരും പിടിക്കാൻ പറ്റും നോക്കി നോക്കാം. നമ്മുടെ വലയിൽ ഒരുപാട് ചമ്മല, അതായത് ഈ മരത്തിന്റെ കൊമ്പിന്റെ ചെറിയ ചെറിയ പീസുകൾ, ഇലയുടെ ഞെട്ടി, ഇതൊക്കെ കുടുങ്ങിക്കാണ്ട് തന്നെ വല ആകെ ഉണ്ടപ്പോലെയാണ് ഇരിക്കുന്നത്. ഒരു സ്ഥലത്തുനിന്ന് നിർത്തുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് കൂടുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ. അപ്പോൾ പരമാവധി കിട്ടണ കൂലി കളയുന്നുണ്ട്. എന്നാലും അത്യാവശ്യം ചമ്മല ഉണ്ടായില്ല. ഇത് ഓരോ ഭാഗം തന്നെ വൃത്തിയായിട്ട് വരണുള്ളൂ. ഇത് പരമാവധി ഉള്ള സകല ചമ്മല് വൃത്തിയാക്കിയാൽ നമുക്ക് വല ഒന്ന് കൃത്യമായിട്ട് വട്ടം വിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കുളത്തി പിടിച്ച് കഴിഞ്ഞാൽ അവിടെ വല ചുരുണ്ട് കിടക്കും. സകല മീനും അതി കൂടെ പുറത്തേക്ക് പോകും. അടിപ്പൊക്കെ കറക്റ്റായിട്ട് പോയാൽ മതി. എല്ലാം ക്ലിയർ ആയിട്ട് പോയി. അങ്ങോട്ട് മലയുടെ ഒന്നുകൂടെ എടുത്തിട്ടോ. അങ്ങോട്ട് പോലെ നമുക്ക് നേരത്തെ നമ്മുടെ വലയെ കുടുങ്ങിട്ട് മിസ്സായ ഒരു പിലോപ്പി അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വലയുടെ ഫ്രണ്ട് മേലെ വന്നിട്ടാണ് ഇതായി. നല്ല വലിയൊരു പിലോപ്പി തന്നെ ആയിരുന്നു അത്. 1 കിലോന് മേലെ എന്തായാലും വലിപ്പം ഉണ്ടാവും. അവിടെ നിക്കല്ലേ ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് അവരാണ് കേറണ്ടേ. നമ്മുടെ വലയത്തെ കരട് എത്ര വൃത്തിയാക്കിയിട്ടും വൃത്തിയാവണില്ല. കാരണം ഈ വെള്ളത്തിൽ വീണ്ടും വീണ്ടും വന്ന് കുടുങ്ങുകയാണ്. അടിയിൽ പൊന്തി കുടുങ്ങുക തോന്നുന്നുണ്ട്. ഒരുപാട് മറ്റേ കമ്പും കഷ്ണങ്ങളും ഈ ഇലയുടെ ഞെട്ടിതൊക്കെ വന്ന് കണ്ടില്ലേ വല ആകെ ഉണ്ടായിട്ട് കിടക്കുന്നത്. ഇത് എങ്ങനെ വരച്ചാൽ നമുക്ക് ഇത് മീൻ കിട്ടില്ല. പരമാവധി ഈ അടിവല അടിവല പരമാവധി നമുക്ക് കൊണ്ട് ക്ലിയർ ആക്കി പാക്കിക്ക് ഇടണം. എന്നാലേ നമുക്ക് പക്ക കൊടുത്ത വല്ലതും കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാതും ആ മടക്കി കൂടെ പുറത്തേക്ക് കിടക്കും. വല ശരിക്കും വിരിഞ്ഞില്ലെങ്കിൽ ഒരു തരി മീൻ നമുക്ക് നമ്മുടെ വലയിൽ നിന്ന് കിട്ടില്ല. പക്കൊടുക്കാൻ പറ്റേണ്ടത് ഇത് ഒന്നും സുഖമാണ്. ഇത് പരമാവധി അടുപ്പിച്ചിട്ട് അവിടെ ഇത്രയും നീളണ്ട് പോലെ ഒറ്റ തപ്പലിന്റെ പണി കഴിയും. ചെയ്യേണ്ടത് അങ്ങനെ ഒരുവിധം നമ്മുടെ വലയുടെ കരട് നമ്മൾ വൃത്തിയാക്കി. ഇനി ഒരു കൂട്ടുകുളത്തിലും കൂടി ഉണ്ട്. അതെന്തോ അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് കാര്യമായിട്ട് തന്നെ. അത് എത്ര എടുത്തിട്ടും കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ബംഗാളി വീഡിയോ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും പറഞ്ഞൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ
അവിടേക്കാണ് ഉദ്ദേശിച്ചത്. കണ്ടില്ലേ, അവർക്ക് ഇവിടേക്ക് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമുക്ക് ഒരുപാട് നേരം വീഡിയോ എടുത്ത് തന്നു. ഒരുപാട് നേരം എന്ന് പറഞ്ഞാൽ കുറച്ചധികം സമയം. എന്നാൽ അവസാനം നമ്മുടെ വലയുടെ കെട്ട് നമ്മൾ അയച്ചു. ഇനി കണ്ടില്ലേ, ഈ ബാക്കിൽ കാണുന്ന ഭാഗത്ത് നമ്മൾ തട്ടിയിട്ട് ആ മീനിനൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റണം. കണ്ടില്ലേ, മീനുകളൊക്കെ ചാടി പോകുന്നുണ്ടോ ഇടയ്ക്ക് പക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ. ഇനി നമ്മുടെ ഭാഗത്തിരിക്കണ നമ്മുടെ അടുത്തുള്ള പക്ക് നമ്മൾ ചെടിയിൽ പൂട്ടിയേക്കണം. പരമാവധി ചെടിയിൽ പറ്റിച്ച് വയ്ക്കുക, അടിയിലേക്ക് താഴ്ത്തി കൊടുക്കുക. അപ്പോൾ പിന്നെ പൊന്തിച്ച് പോകാൻ പാടില്ല മീൻ. എന്നിട്ട് ഓപ്പോസിറ്റ് പോയിട്ട് ഓപ്പോസിറ്റ് നിന്ന് ഇളക്കണം. മണ്ടടിച്ചു അതിന്റെ ഉള്ളിലൊന്ന് ഇളക്കാം കേട്ടോ. അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇളക്കണം. ഒരാളതിന്റെ ഉള്ളിൽ കിടക്കണം. ഒരാൾ കിടക്കണം. അവിടെ പക്കതാത്തുണ്ടാവും. പോവും കുത്തിക്ക് പൊക്കുന്നു. നിങ്ങളെടുത്തോട്ടാ ഓർമ്മ ചെറുതിട്ടുണ്ട്. ചെറുതാണ് ഞാനത് നല്ലോണം പറത്തി കൊടുക്കേട്ടാ. അയാൾക്കില്ല അവിടെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഒരു പുരാലാണ് വന്നിട്ടുണ്ടല്ലോ. ഇതിനെ പരമാവധി കൈയോട്ട് പണ്ടാറാണ് കലക്കിയത്. ഗൈസ്, അങ്ങനെ നമുക്ക് നമ്മുടെ വലയിൽ നിന്ന് ആദ്യത്തെ മീൻ കിട്ടി. കണ്ട് നല്ല കിടിലൊരു വരാൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല ഇതിനേക്കാളും വലിയ വരാലുകൾ ഉണ്ടായില്ലേ. इधर से पूरा आ रहा है, उधर से पूरा नहीं आएगा, इधर से सेम आ रहा है. ഗൈസ്, അങ്ങനെ നമുക്ക് ഇത് അടുത്ത ബ്രാലിനെ കിട്ടിയിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു ബ്രാലിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇതുപോലത്തെ ഒരുപാടുണ്ട്. നമുക്കൊരു വിധം പട്ടണനൊക്കെ പരമാവധി കിട്ടുമെന്ന് നോക്കി നോക്കാം. നമുക്ക് അങ്ങനെ ഒരു ജയന്റ് വരാലിനെ കിട്ടി. നല്ല വലിയൊരു വരാലി. അതിന് നമ്മൾ നമ്മുടെ വലയിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതുപോലത്തെ ഒരു 10-15 എണ്ണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പരമാവധി എല്ലാവരും കിട്ടും നോക്കി നോക്കാം. ഗൈസ്, ഇവര് ഈ വാള എന്ന് പറഞ്ഞത് വലിയ ബ്രാലുകളാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഈ ഉക്രാണ് കണ്ടിട്ടാണ് വാള എന്ന് പറയുന്നത്. കയ്യിലാണ് കിട്ടുന്നില്ല. വലിയ മീനാണ്. വലിയൊരു മീൻ. പോയാ ഇല്ല വരല്ലേ മീൻ എടുക്കണ്ടില്ലേ. നല്ല മീനാ. അവിടെ നിൽക്കാം, അവിടെ നിൽക്കാം. ശരിയാട്ടം വരും. ഗൈസ്, അങ്ങനെ നമുക്ക് വീണ്ടും ഒരു ജയന്റ് വരാൻ കിട്ടിയിട്ടുണ്ട്. നല്ല കിഡിലൊരു വരാൻ തന്നെയാണ്. നമുക്ക് അടുത്ത നോക്കി നോക്കാം. ഇനിയുണ്ട് ഒരുപാട് ഇതുപോലത്തെ. അവിടെ അല്ല ബ്രാലെ പോയി കഴിഞ്ഞാൽ വലയം തന്നെ പത്തിക്ക പിടിച്ചാ ഇതന്നെ കണ്ടത്. വീണ്ടും
ഞാൻ പറഞ്ഞില്ലേ അതെയാ അതവിടെ തന്നെ ഉണ്ട് ഇവിടെ വേറെ ഉണ്ട് പിടിച്ചാ കിട്ടണ്ടേ ആ ഞാൻ കാലോട്ട് തടുത്ത് പിടിക്കാൻ നീനെ കുറച്ച് മുങ്ങണ്ട ആവശ്യമില്ലടാ വെള്ളം ചെവി ആ വലിയ മീൻ ഗായ്സ് അങ്ങനെ നമുക്ക് വീണ്ടും അടുത്തൊരു വരാൻ നല്ല കീട്ടിലൊരു വരാലേ കണ്ടില്ലേ നല്ല വലുത് നമുക്ക് ഞാൻ അടുത്ത കിട്ടാൻ നോക്കാം അതുപോലത്തെ ഒരു 5-6 ഒടിഞ്ഞുണ്ട് വെള്ളം പോണ കാരണം അതാ പിടിക്കാൻ പറ്റാത്ത അതാണ് മുങ്ങിയത് അല്ലാണ്ട് ഇത് കിട്ടണ്ടേ പിടിച്ചു പിടിച്ചു ഒന്നുകൂടി പിടിച്ചു ഒന്നുകൂടി പിടിച്ചു ശരിക്കും പിടിച്ചല്ലോട്ടാ അത് പിടിക്കും ഇവിടെ നമുക്ക് എത്തില്ല ഓ അല്ല കുഴപ്പമില്ല ഇവിടെ അത് മുറുക്കി പിടിക്കാം അയ്യോ 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 നടക്കണ മീനാണത് ഇല്ലെങ്കിൽ അവിടെ കളക്കണ്ട അവിടെ കിടന്നോട്ടെ എന്താ ഉണ്ടെങ്കിൽ നല്ല കണ്ട് പിടിക്കാം മയച്ചുണ്ട് ഞാൻ പറഞ്ഞിട്ട് നീ മയച്ചു മീനെ മയച്ചുണ്ട് കേട്ടാ വരുന്ന കൂടി ഉണ്ട് ബാലकी ചാപ്റ്റർ കായിരുന്നു ഇപ്പൊ എല്ലാം ഇടാലേ ഈ വലന്നിട്ട് നല്ലത് ഇവിടെ തപ്പ ഇങ്ങനത്തെ സ്ഥലത്ത് തപ്പ നല്ലത് പൊടി ചെറിയ കണ്ണിയാ പക്ഷേ ഇതൊന്നും കുത്താണ്ടേ കുത്തി പിടിക്കണം തന്നെ ഇവിടെ ആ ഞാൻ കാലിന് വേണ്ടി നടന്നില്ല അവിടെ അടിയുണ്ട് അവിടെ അടി എടുക്കും കംപ്ലീറ്റ് മറച്ചു അതൊക്കെ ഇതിപ്പോ ഞാൻ പിടിച്ചിട്ടുണ്ട് രണ്ടാൾ കൂടുന്നത് അതുകൊണ്ട് ഇതിന്റെ നിറച്ച് കേട്ടോ
അതെ ഇവിടേക്ക് തപ്പാന് കുറച്ചുകൂടി തെളിക്കണേ നല്ലത്. അപ്പൊ തെളിക്കണേ കുറച്ചുകൂടി 3 പേര് കിടക്കാണ്ട് ഞാൻ മീനിട്ട് പറഞ്ഞല്ലോ. ഇത് കുത്തിയാ ഞാൻ മീനിട്ട് പറഞ്ഞല്ലോ. ആടിയിട്ട് കൊടുക്കണ്ടോ. കൈ കൊണ്ട് ഓടിക്കാൻ പറ്റില്ല. മരവിച്ചു അതാണ് ഗൈസ് ഈ കാണുന്ന സൈസുള്ള കടു കണ്ടില്ലേ, ഇത് നമ്മുടെ വലയിൽ ആടണ സൈസാണ്. ഇത്രയും വല്ലാത്ത കടുവാണ് ഇതിൽ ആടുള്ളൂ. അപ്പോൾ ഒരുപാട് ചീളക്കടുണ്ട്. കുറേയൊക്കെ നമുക്ക് കുത്തൊഴിഞ്ഞ് കിട്ടണത് ഇത് വലിയ കണ്ണിയായ കാരണമുണ്ടും മറ്റേതൊക്കെ കൂരി പോണ കാരണമുണ്ടാണ്. അപ്പോൾ ഇത്രയും വല്ലാത്ത കടുവിനെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഒരു കുത്ത് കിട്ടി നമ്മൾ സ്വർഗ്ഗലോകം കണ്ടിട്ട് വരേണ്ടി വരും. ഇവിടെ അടുപ്പ് പിടിക്കാൻ പോയാ അടുപ്പ് ഒരാൾക്ക് വേണ്ട പൈന കിട്ടിയില്ല. അതൊന്നല്ല, വേറെ ഉണ്ട്. ഞാനേ ഇതല്ല ഇതിന്റെ പിന്നാലെ ഞാൻ പോയത്. അങ്ങനെയല്ല മേലോ അടിയാലോ അടിക്കൂ. എവിടെയാ വലല്ല അതാ അവിടെ തരിച്ചിട്ടുണ്ടായിരുന്നു. കടക്കല്ലേ അതവിടെ കുടുങ്ങിയേക്കണ ആ വലാണ്ട് അവിടെ എവിടെ കുത്തിയില്ലത്. അവിടെ കുത്തിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങുമ്പോ ഗൈസ് അങ്ങനെ നമുക്ക് അവസാനം ഉണ്ടായിരുന്ന ഒരു ബ്രാലും കൂടി നമുക്ക് കിട്ടി. അവൻ വലയുടെ പുറത്തേക്ക് കടന്നിട്ട് ആ കണ്ടാടി വലയെ പോട്ട് കുത്തി. അപ്പൊ അവനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ ബംഗാളിന്റെ അടുത്ത് കിട്ടി എന്ന് പറഞ്ഞാണ് ആക്ഷൻ. പക്ഷെ അവൻ വീഡിയോ കട്ട് ചെയ്തു. നമ്മുടെ അവസാനം എല്ലാ വലയും എടുക്കുകയാണ്. അപ്പൊ വലയിലുള്ള മീനൊക്കെ നമുക്ക് വൃത്തിയാക്കണം. അത് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരൊറ്റ വലയിൽ നമുക്ക് കുറഞ്ഞത് ബ്രാലാണ് കിട്ടിയിട്ടുള്ളത്. അല്ലേ ഈ കാണുന്ന വലയിൽ മൊത്തം ബ്രാല് മൊത്തം ഇന്ന് കിട്ടിയാണ് ഈ ഒറ്റ വലയിൽ. പിന്നെ ഈ കണ്ടടി വലയിലും ഇതുപോലെ ഒരുപാട് കുടുങ്ങി എടുക്കുന്നുണ്ട്. അവസാനം നമുക്ക് അതിനൊക്കെ എടുക്കേണ്ടതാണ്. മൊത്തത്തില് ഗൈസ് നമുക്ക് ഇതിന്ന് കിട്ടിയത് ഒരുപാട് വരാലുകളാണ്. വരാലാണ് ഏറ്റവും കൂടുതൽ പൊന്തലില്ല. വല പൊട്ടോട്ടാ ഗൈസ് ഇത് കണ്ടില്ലേ. അപ്പൊ ഈ കാണുന്ന വരാല് മൊത്തം ഒരൊറ്റ വലയെന്ന് ഒരൊറ്റ വല വിരിച്ചു വെച്ചെന്ന് കിട്ടിയ മീനാണ് നമുക്ക് ഇതൊക്കെ. കാരണം നമ്മൾ ആ ഭാഗത്ത് പിടിക്കുന്ന സമയത്ത് ചണ്ടിയുടെ നിന്നൊക്കെ മാറിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ കൂടിയൊക്കെയായിരുന്നു. ഇപ്പൊ നമ്മള് പിന്നെ നല്ല ശക്തിയിൽ ഒരു കണ്ടാടി വല തടുത്താറുണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഒന്നും നമുക്ക് കിട്ടില്ല, അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിരുന്നു. അപ്പൊ ഇത്രയും വരാലുകൾ നമുക്ക് ഈ ഒരൊറ്റ വലയെന്ന് കിട്ടിയാണ്. അപ്പൊ ഇതുപോലെ തന്നെ മീനുകൾ നമുക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട്. അച്ഛവല്ല മക്കളോ സീത
അതിനോട് ഇപ്പൊ നൂറ്റിയാണുള്ളത് പിടിക്കടാ അടിപൊളിയായിട്ട് കേട്ടാ മോന്ത കിട്ടണം മീൻ കിട്ടരുത് കേട്ടാ ഞാൻ മീനെടുക്കരുത് കേട്ടാ അവിടെ അയച്ചിട്ടേ ആ കല്ല് തീർക്കണല്ല താഴ്ച പലമ്പുളി വന്ന ഗൈസ് നമുക്കിത് ആ വലയിൽ ബ്രാലാണ് ഏറ്റവും കൂടുതൽ കിട്ടിയ കണ്ടാടി വലയാണ് എല്ലാ വാളിയും പരല് മുണ്ടത്തി തൂളി ഇതൊക്കെ കുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിലോപ്പി ഇതൊക്കെ കുത്തിയിട്ടുള്ളത് ഈ കണ്ടാടി വലയിലാണ്. കണ്ടില്ലേ, കണ്ണിക്ക് മുണ്ടത്തി തൂളി വാള ഇതൊക്കെയാണ് കുത്തി കൊടുക്കുന്നത്. നമുക്കിത് തന്നെ ഒരുപാടുണ്ട്. ഇതാണ് നമുക്ക് ആ വലയുടെ ആദ്യത്തെ ഭാഗം തന്നെ ഇത്രയും മീൻ കുത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് കടന്നു പോയിട്ട് അപ്പുറത്ത് കുത്തിയതുണ്ട്. അതായത് ഈ വലിയൊരു വല 3 ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 2-3 ഭാഗത്തൊക്കെ ഇതുപോലെ മീൻ കുത്തി കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ അപ്പുറത്തേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തോനെ മീൻ വന്ന് ഇങ്ങനെ കുത്തണ സമയത്ത് ഈ വല തന്നെ അടിയിൽ നിന്ന് പൊങ്ങും. അടിയിൽ മണിയൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ കുറേ അതിൻ്റെ ഉള്ളിൽ കൂടെ കേട്ട് അപ്പുറത്ത് പോയിട്ട് കുത്തും. ഇതിൻ്റെ അടിയിൽ ഒരു തരം കറുപ്പ് വയറാണ് ഇട്ടുള്ളത്. അത് വെള്ളത്തിൽ മുട്ടിക്കിടക്കും. എന്നാലും വലിയ മീനൊക്കെ വന്ന് അടിച്ചാൽ ചിലപ്പോൾ അത് പൊന്താൻ സാധ്യത ഉണ്ട്. പിന്നെ ചണ്ടി തിങ്ങിയാലും ഇത് പൊന്തും. അങ്ങനെ കൊച്ചു വിട്ടല്ലേ അങ്ങനല്ല മടക്കല്ലേ ഇവനെന്തിനാ കൊടുക്കാൻ അതിന് വൈകുന്നേരം മീൻ കിട്ടുന്ന ആളല്ലേ. മീൻ പിടിച്ചു അതുവരെ എന്താ ചെയ്യാൻ വേണ്ടി बहुत पकड़ा है, खाली देखो कितना है. इधर है उधर है. ഞാൻ ഇവിടെ മേലെ ഒരാൾ കയറിപ്പോ ഞാൻ വല വൃത്തിയാക്കി അതിപ്പോ ഞാനൊക്കെ കംപ്ലീറ്റ് അഡ്വാൻസ് കേട്ടോ. നേരത്തെ നിനക്കട്ടെ എന്തെങ്കിലും കിട്ടിയ മറ്റത്തിൽ പോക്കോ. പിന്നെ എവിടെയാ ഇത് വേണം. നാളെ കൊടമല പൂരം അവിടെ ആ വൈകി കിട്ടല്ലേ. നാളെ പൂരം കേട്ടോ. ഉമ്മൂളിൽ പിരിക്കുക എങ്ങനെ? ആ ശരി ഗൈസ്, അങ്ങനെ നമ്മൾ ഇത് ഇപ്പുറത്തെ ഒരു വല കണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിടിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ മാറി കണിക്കുന്ന വലയാണ് ഈ കാണുന്നത്. അതിൽ 2-4 വല നമ്മളെടുത്ത് മേലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കിണിച്ച വല നമ്മൾ എടുത്തു. ബാക്കിയുള്ള എല്ലാ വല എടുത്തു. ഇനി ഈ ഒരു വല മാത്രമേ എടുക്കുള്ളൂ. ഇന്ന് നമുക്ക് ഒരുപാട് മീനുകൾ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഒരുപാട് മീൻ ഇതിലും കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ എടുത്തിട്ട് കാണാം. നമുക്ക് ഒരുപാട് നന്നായിട്ട് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരുപാട് മീനുകൾ.
ഗൈസ്, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ചാനലിൽ നല്ല കിഡിലും ഫിഷിംഗ് വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തും. ഗൈസ്, ഈ ബൈയാണ് നമുക്ക് കുറച്ചേരൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ആൾക്ക് ഇതെന്നൊരു മീൻ നമുക്ക് വേണമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് അതിനെ കിട്ടിയിട്ടുണ്ട്. ആളതിങ്ങനെ ചാടി നടക്കുന്നത് കണ്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എടുക്കണം പതുക്കെ. അങ്ങനെ ആ മീൻ നമ്മളെ ബൈക്കിൽ കൊടുത്തു. നമ്മൾക്ക് കിട്ടിയ ബ്രാലുകളാണ് ഈ വലയിൽ എടുക്കുന്നത്. പിന്നെ വേറെ വലയിൽ കണ്ടില്ല, ഒരുപാട് പരലി, വാള, കൊട്ടേല്, അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് നമ്മൾ ഒരുപാട് വാളയും പിന്നെ ആ വലയിൽ എടുക്കാൻ പറ്റാണ്ട് കിടക്കണ ഒരുപാട് മീനുണ്ട്. അപ്പം അതിനൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ നിർത്തി, നമ്മുടെ മീൻപിടുത്തം ഇവിടെ നിർത്തി. നമ്മുടെ വലയൊക്കെ കണ്ടില്ല, സെറ്റാക്കിയിട്ടുണ്ട്. ഒരു വല ഇതേക്ക് എടുക്കണു. അത് ഈ ചാക്ക് നിറച്ച് പരല്, വാള, ബ്രാലി എല്ലാതും ഉണ്ട്, മിക്സാണ്. ഇതിൽ വലിയ വലിയ വാളകളുണ്ട്. ഒരു 3.5 കിലോ 4 കിലോ സൈസ് വരെയുള്ള വാളകൾ ഒരു 5-10 അതിലുണ്ട്. ഈ വലയിൽ നമുക്ക് എടുക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരുപാട് മീനുകളും ഉണ്ട്.